ഹായ് ഫ്രണ്ട്സ്, മിയാൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാന്ദ്രദിന ക്വിസുമായി ബന്ധപ്പെടുത്തി വളരെയധികം പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയ ചോദ്യങ്ങളുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏത്? അപ്പോളോ 11. ആദ്യമായി ചന്ദ്രനിൽ പതാക നാട്ടിയ രാജ്യം ഏത്? അമേരിക്ക. അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഏത്? ഈഗിൾ. 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം ഏത്? ആർട്ടിമിസ്. 2026 ഏപ്രിൽ 1 നാസ വിക്ഷേപിച്ച ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ത്? ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച് സുരക്ഷിതമായി മടങ്ങുക. ആർട്ടിമിസ് 2 വിക്ഷേപണത്തിനായി നാസ ഉപയോഗിച്ച റോക്കറ്റിന്റെ പേരെന്ത്? സ്പേസ് ലോഞ്ച് സിസ്റ്റം. ആർട്ടിമിസ് 2 ചാന്ദ്രദൗത്യത്തിന്റെ പേടകത്തിന്റെ പേര്? ഓറിയൺ. ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര? 5. ചന്ദ്രനിൽ ഒരിക്കലും സൂര്യപ്രകാശം എത്താത്ത പ്രദേശം ഏത്? സൗത്ത് പോൾ. പ്രകാശം ചന്ദ്രനിൽ നിന്നും ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്ര? 1.3 സെക്കൻഡ്. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ടെറ. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? വ്യാഴം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ കാരണം എന്താണ്? ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായി വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാൻഷു ശുക്ല. ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര്? ആക്സിയം 4. വലയങ്ങൾ ഉള്ള ഗ്രഹം ഏത്? ശനി. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത്? മംഗൾയാൻ. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേരെന്ത്? ബ്ലൂ മൂൺ. നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്രകാശവർഷം. ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രൻ വേണ്ട സമയം എത്ര? 27 ദിവസവും 8 മണിക്കൂറും. ഭൂമിയിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്? എർത്ത് ഷൈൻ. ചാന്ദ്രയാൻ ദൗത്യത്തിലെ സംഭാവനകളുടെ പേരിൽ മൂൺമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? എം അണ്ണാദുരൈ. ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ മലയാളിയായ നാസ ശാസ്ത്രജ്ഞൻ ആരാണ്? അനിൽ മേനോൻ.